ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് തക്കാളി ചോറാണ് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ഈ ഒരു മോഡലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു തക്കാളി ചോറാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട കൂട്ട്: തക്കാളി എടുത്തിട്ടുണ്ട്, തക്കാളി ചോറല്ലേ അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട് വലിയ 4 പച്ചമുളക്, കറിവേപ്പില, ചപ്പ് പുതിന, സവാള ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചോപ്പറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. അതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അരിഞ്ഞെടുത്താൽ മതി കേട്ടോ, മിക്സിയിലടിക്കണ്ട. മിക്സിയിലടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ വരും. അപ്പോൾ ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ. അതേപോലെ മസൂർ പരിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ അടുത്തുള്ള പരിപ്പ് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിട്ടിരുന്നത് ഉഴുന്നാണ്. ഉഴുന്ന പരിപ്പ്, കടലപ്പരിപ്പ്, എന്ത് പരിപ്പ് ഐറ്റംസ് ഇങ്ങനത്തെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഒരു നുള്ള് പിന്നെ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ ചപ്പ് പുതിന, ഇതൊരു ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ് വെച്ചാണ്, അപ്പോൾ ഒന്ന് ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരാനാണ്. അതിനുശേഷം നമ്മൾ ആ ഉള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളിയും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ഒരു പച്ച മണം ഉണ്ടാവില്ല, ഒരു നല്ല ബ്രൗൺ കളർ ആവണ്ട, എന്നാലും ഒരുവിധമൊക്കെ അങ്ങോട്ട് ആകുന്നത് വരെ എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ആ ഉള്ളി ഒന്ന് നല്ല വെന്തിട്ട് ആ എണ്ണയിലൊക്കെ ഒന്ന് കിടന്നിട്ട് മൂത്ത് വരട്ടെ. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാണ്ട് കളർ മാറി വന്നിട്ടുണ്ടല്ലോ. ഇതിൽ കിട്ടുന്ന നല്ല ജീരകമാണ് കേട്ടോ. ഒരിത്തിരി നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരിത്തിരി പെരുങ്കായം, LGയുടെ പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. നേരത്തെ ഇട്ട് കൊടുക്കാഞ്ഞത് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇതാവേണ്ട വെച്ചിട്ട് ഇട്ട് കൊടുക്കാഞ്ഞത് ഇട്ട് കൊടുത്തില്ല കേട്ടോ. നല്ല ജീരകം ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറും എന്നുള്ള ഒരു ഇത് വേണ്ട, പക്ഷേ അത് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. നല്ലൊരു കളർ വേണമല്ലോ, അപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അതേപോലെ എരിവിന് കളറിനും കൂടെ മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കാശ്മീരി റെഡ് ചില്ലി, അതേപോലെ തന്നെ രണ്ടും കൂടെ മിക്സാക്കി മുളക് പൊടിയാണ്. എരിവുള്ളതും എരിവ് കുറഞ്ഞതും കൂടെ കേട്ടോ. ഇതാണ് 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തത്. പിന്നെ ഉപ്പ് കേട്ടോ, കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുക. തക്കാളിക്കൊക്കെ ഉപ്പ് വേണം, എന്നാലും ഇതിലേക്ക് വേണ്ട ഉപ്പും കുറച്ചൊരു മുൻതൂക്കം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിൻ്റെ കൂട്ടുണ്ട്, തക്കാളി പച്ചമുളക് അതിലേക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുളകും നമ്മളെ മസാല ഉണ്ടല്ലോ, ആ മസാല കൂട്ടൊക്കെ തക്കാളി നല്ലപോലെ യോജിക്കട്ടെ. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിള വന്നിട്ട് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, ചെറിയ തീയിൽ വേവിക്കുക കേട്ടോ. 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് ചെറിയ തീയിലാവുമ്പോൾ നല്ല രീതിയിലത് കുക്കായി വന്നോളൂ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് തക്കാളിയും കൂടെ അല്ലേ, അപ്പോൾ അധികം കഷ്ണങ്ങളായിട്ട് കെടുക്കൊന്നുമില്ല. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ അതങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ അതിലേക്ക് ഒരു നുള്ള് നെയ്യ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിൽ കുറച്ചിട്ട് കൊടുക്കണുള്ളൂ. അതും കൂടെ അങ്ങോട്ട് കൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തക്കാളി ചോറിനുള്ള മസാല സൂപ്പറായി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു വട്ടെങ്കിലും കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കിയിട്ട് ഞങ്ങളെ വീട്ടിൽ. എന്നതിന് ശേഷം കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിതിൽ ചോറിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനാണ് കേട്ടോ. ഇത്രയും വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ അത്ര പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ചോറിട്ടിട്ട് ഇളക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നല്ല കുത്തരിൻ്റെ ചോറാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ചപ്പ് പുതിന, മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറാക്കി കൊടുക്കുക. ഓക്കെ, താങ്ക് യു.